കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സനീഷ് ആത്മഹത്യ ചെയ്ത കേസിൽ പരവൂർ പോലീസ് കേസ് ഡയറി ഇന്ന് കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറും. സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സനീഷ് ആത്മഹത്യ ചെയ്തിട്ട് 4 ദിവസം പിന്നിട്ടു. പരവൂർ പോലീസാണ് അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, അനീഷയുടെ സഹപ്രവർത്തകനായ മറ്റൊരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നിവർക്കെതിരെയായിരുന്നു ആരോപണം ഉയർന്നത്. എന്നാൽ ആരോപണ വിധേയരിലേക്ക് പോലീസ് അന്വേഷണം എത്തിയിരുന്നില്ല. ഈ 4 ദിവസവും പോലീസിന്റെ അന്വേഷണത്തിൽ ആരോപണ വിധേയരിലേക്ക് പോലീസ് അന്വേഷണം എത്തുകയോ മറ്റു കാര്യങ്ങളോ മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇതിനെതിരെയായിരുന്നു വ്യാപക പ്രതിഷേധം ഉണ്ടായിരുന്നത്. അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ആരോപണ വിധേയരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ IPC 174 പ്രകാരമാണ് പരവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ IPC 306 FIR ചേർക്കണം, ആരോപണ വിധേയരുടെ മൊഴിയെടുക്കണം, അവർക്കിലേക്ക് കേസ് അന്വേഷണം എത്തണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന അഭിഭാഷകരുടെ ആവശ്യം. ഈ മാനസിക സമ്മർദ്ദമാണ്, ജോലി സ്ഥലത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ പേരിലാണ് അനീഷ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയിലേക്ക് നയിച്ചത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഇടപെടലുകളാണ്. ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിരന്തരം നടന്നിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അനീഷയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കം മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിക്കൊണ്ട് ഈ കേസിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം തുടങ്ങിയ കാര്യങ്ങളും ഇത് വ്യാപകമായിട്ടുള്ള സംഭവം വ്യാപക ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് ഈ കേസ് കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ കൊല്ലം കമ്മീഷണർ ഉത്തരവിടുന്നത്. ഇതോടുകൂടി ഇന്ന് പരവൂർ പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കേസ് ഡയറി കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇതിൽ നിലവിൽ മാനസിക സമ്മർദ്ദം ജോലി സ്ഥലത്തുനിന്ന് ഉണ്ടായി എന്ന് തെളിവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് ഉയർന്നു വരുന്ന. ലഭിച്ചിട്ടും ഈ ആരോപണ വിധേയരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ പോലീസിനെതിരെ ഉയർന്നു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ദിവസം ആയിട്ടും കേസുമായി ബന്ധപ്പെട്ട് പുരോഗമനമൊന്നും ഉണ്ടാകുന്നില്ല. കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുക തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷണത്തിനെതിരെ ഉയർന്ന് വന്നിരുന്നു. പോലീസിന്റെ പക്ഷം പക്ഷേ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ മൊഴിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരെ കേസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ മതിയായ തെളിവുകൾ ലഭിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഈ മതിയായ തെളിവുകൾ എന്ന് പറയുമ്പോൾ ഈ 19 പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ ചിലരുടെ പേരുകൾ അന്വേഷിച്ച് സൂചിപ്പിച്ചിരുന്നു. സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്. ഇതൊന്നും മതിയായ തെളിവുകൾ അല്ലേ പോലീസിന് എന്നാണ് ഈ പ്രതിഷേധം ഉയർത്തുന്നവർ ചോദിക്കുന്നത്. തീർച്ചയായും ലക്ഷ്മി, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിഭാഷകരുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം അതാണ്. മതിയായ വസ്തുതകൾ ലഭിച്ചിട്ടും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 19 പേജുള്ള ഡയറി കുറിപ്പ് അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടും അത് പോലീസ് കണക്കിലെടുക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ഈ ഡയറി കുറിപ്പിൽ അടക്കം പറയുന്ന പേര് പരാമർശിക്കുന്ന ആളുകളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണമായിരുന്നു അനീഷയുടെ കുടുംബവും അഭിഭാഷകരും മറ്റ് വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ ഉൾപ്പെട്ട പ്രതിഷേധം ഉന്നയിക്കുന്ന ആളുകളെല്ലാം ഉയർത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമായും ഈ അനീഷയുടെ ഡയറി കുറിപ്പ്, അതോടൊപ്പം അനീഷയുടെ വാട്സാപ്പ് സന്ദേശം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇതിൽ കൃത്യമായിട്ട് ചിലരുടെ പേരുകൾ സഹിതം പരാമർശിക്കുന്നുണ്ടായിരുന്നു. 19 പേജുള്ള ഡയറി കുറിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അനീഷയുടെ ആത്മഹത്യയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് അനീഷ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്ന ഡയറി കുറിപ്പുകളാണിത്. ഏകദേശം 50ഓളം പേജുകളുള്ള ആ ഡയറി കുറിപ്പിൽ 19 പേജിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്നു. സ്ഥിരമായിട്ട് മേലുദ്യോഗസ്ഥൻ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുന്നു, ജോലി സമ്മർദ്ദം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു, മറ്റ് സഹപ്രവർത്തകരുടെ അടക്കം ജോലി ഭാരം ഏൽക്കേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ ചിലരുടെ പേരുകളും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും അടക്കമുള്ള പേരുകളും ഈ 19 പേജുള്ള ഡയറി കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ രീതിയിൽ കരുതാവുന്ന രേഖകളായിരുന്നു അത്. അതോടൊപ്പം അനീഷയുടെ വാട്സാപ്പ് സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളായിരുന്നു അത്. 5 വാട്സാപ്പ് സന്ദേശങ്ങളാണ് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഈ വാട്സാപ്പ് സന്ദേശങ്ങളിലും വലിയ മാനസിക പീഡനം ഏൽക്കേണ്ടി വരുന്നു. തന്റെ CR കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, ഈ ജോലിയുടെ പുരോഗമനം വിലയിരുത്തുന്ന CR റിപ്പോർട്ട് പരസ്യമായിട്ട് ജൂനിയേഴ്സിന്റെ മുൻപിൽ വെച്ച് മേലുദ്യോഗസ്ഥൻ പരസ്യപ്പെടുത്തി തന്നെ അപമാനിച്ചു. മറ്റൊരു സഹപ്രവർത്തകനായ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലി കൂടി ലീവ് എടുത്ത് അദ്ദേഹം പോകുമ്പോൾ ആ ജോലിഭാരം കൂടി തന്നെ ഏൽപ്പിക്കുന്നു, തന്നെ അപമാനിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓഡിയോ സന്ദേശത്തിലും അനീഷ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഈ 5 വാട്സാപ്പ് സന്ദേശങ്ങളിലും സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശങ്ങളിലും ചില സഹപ്രവർത്തകരുടെയും പേരുകൾ വെളിപ്പെടുത്തുന്ന
സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള വസ്തുതകൾ ഉണ്ടായിട്ടും പോലീസ് അന്വേഷണത്തിൽ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയില്ല. ആരോപണ വിധേയരിലേക്ക് അന്വേഷണം ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അഭിഭാഷകരും കുടുംബവും ഒപ്പം മറ്റ് സംഘടനകളും ഉയർത്തിയിരുന്നത്. ഇന്നും പ്രതിഷേധം ശക്തമാണ്. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മഹിളാ കോൺഗ്രസ് ഇന്ന് രാവിലെ പരവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം മഹിളാ മോർച്ച പ്രവർത്തകർ ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇനി കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിൽ നീങ്ങും, അല്ലെങ്കിൽ ഈ ആരോപണ വിധേയർ അടക്കമുള്ള ആളുകളിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കുന്നത്. തീർച്ചയായും, കാരണം പോലീസ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നു, ആരോപണ വിധേയരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ പ്രാരംഭ നടപടികൾ വൈകിക്കുന്നു എന്ന ആരോപണത്തിന് പുറത്താണല്ലോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഒരു സാഹചര്യം. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. മിഥുൻ പറഞ്ഞതുപോലെയാണ്, പ്രതിഷേധങ്ങൾ ശക്തമാണ്. ക്രൈംബ്രാഞ്ച് ഇനി എത്രത്തോളം വേഗത്തിൽ ഈ ഒരു വിഷയം കൊണ്ടുപോകും, ഈ അന്വേഷണം കൊണ്ടുപോകും എന്നാണ് അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ പ്രതിഷേധം ഈ അഭിഭാഷകർ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിൽ നിന്നൊരു നീതി അന്വേഷിക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ. ലക്ഷ്മി, ഇനി ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള കാര്യങ്ങളും അത്തരത്തിൽ തന്നെയാണ്. ഈ ആരോപണ വിധേയരായിട്ടുള്ള സഹപ്രവർത്തകരെ മേലുദ്യോഗസ്ഥനും അടക്കമുള്ള അനീഷയുടെ സഹപ്രവർത്തകരെ മേലുദ്യോഗസ്ഥരിലേക്കും അന്വേഷണം എത്തിക്കുക, ഒപ്പം തന്നെ ഇവരുടെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. പോലീസ് അന്വേഷണത്തിലും വീഴ്ച വരുത്തിയതായി ചൂണ്ടിക്കാണപ്പെടുന്ന പ്രധാന കാര്യം ഇതാണ്. 4 ദിവസം കഴിഞ്ഞിട്ടും ഈ ആരോപണ വിധേയരുടെ മൊഴിയെടുക്കാൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. ആരോപണ വിധേയരിലേക്ക് അന്വേഷണം എത്തുന്ന യാതൊരു നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുമില്ല. അതാണ് വലിയ വിമർശനമായിട്ട് ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ വരുന്നതിനുള്ള സാഹചര്യം ഒരിക്കലും പോലീസിന്റെ അന്വേഷണത്തിലെ ഈ ഇഴഞ്ഞു നീക്കൽ തന്നെയായിരുന്നു. ആ ഒരു സാഹചര്യം മാറി ഇനി ഇവരുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് ശക്തമായി ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഭിഭാഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ്. ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി അഭിഭാഷകർ ഉന്നയിക്കുന്നുണ്ട്. കൊല്ലം ബാർ അസോസിയേഷന്റെ അഭിഭാഷകർ ഇന്നലെ മുഴുവൻ സമയവും ഈ കോടതി നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു, പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. ഇവരെ സസ്പെൻഡ് ചെയ്യണം. ഈ അനീഷയുടെ വാട്സാപ്പ് സന്ദേശത്തിലും ഒപ്പം അനീഷയുടെ ആത്മഹത്യാ കുറിപ്പായിട്ടുള്ള 19 പേജുള്ള ഡയറി കുറിപ്പിലും പരാമർശിക്കുന്ന ചില ആളുകളുടെ പേരുകൾ ഉണ്ട്. ആ മേലുദ്യോഗസ്ഥരെയും സഹപ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും ഇതുവരെയും കടന്നിട്ടില്ല. എന്തായാലും ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇനി ആ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം ശരിയായ രീതിയിലല്ലെങ്കിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന് സമാനമായ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ അടക്കം മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പല ഘട്ടത്തിലും ഇത് വലിയ ചർച്ചാ വിഷയമായ ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അനീഷയുടെ ആത്മഹത്യയും മറ്റ് കാര്യങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വസ്തുതകളിലും തെളിവുകൾ പുറത്തു വന്നു. 19 പേജുള്ള ഡയറി കുറിപ്പിൽ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നിരിക്കുന്നു എന്ന് അനീഷ വ്യക്തമാക്കുന്നു. ചില ആളുകളുടെ പേരുകൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ അടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് ആ ഡയറി കുറിപ്പ്. ഒപ്പം അനീഷയുടെ വാട്സാപ്പ് സന്ദേശങ്ങളും പൊതുമധ്യത്തിൽ പുറത്തു വന്നു. അതിലും ചില ആളുകളുടെ പേരുകളും ആ സാഹചര്യങ്ങളും ഏത് തരത്തിലാണ് മാനസിക സമ്മർദ്ദം തനിക്ക് നേരിടേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓഡിയോ സന്ദേശത്തിലും വ്യക്തമാക്കുന്നു. കുടുംബവും ആരോപണവുമായി രംഗത്ത് വന്നു. അനീഷയുടെ അമ്മ പ്രസന്നയും സഹോദരൻ അനൂപും മകൾക്ക് പല ഘട്ടത്തിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ജോലി സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നു. അമ്മ പ്രസന്ന ഈ സമാനമായ സാഹചര്യം, കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടായി അമ്മയുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യങ്ങളെ പറ്റിയൊക്കെ വിശദമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അത് അത്തരത്തിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് തെളിവുകളും വസ്തുതകളും എല്ലാം ഉണ്ടായിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുള്ള ആരോപണം പോലീസിനെതിരെ ഉയർന്നു വന്നു. ഇനി അടുത്ത ഘട്ടത്തിലെങ്കിലും കേസ് സിറ്റി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വേഗത്തിൽ ആരോപണ വിധേയരിലേക്ക് അടക്കം എത്തിയില്ലെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കും. സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും വ്യാപക പ്രതിഷേധവും ഉയർന്നു വരും. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.